ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാസ്തയുടെ റെസിപ്പിയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമ്മൾ ചീസ് ഒന്നും യൂസ് ചെയ്യാതെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ചീസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ പാസ്തയൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സ്റ്റൗ ടോപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോഴേ നമ്മുടെ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ 1 ടീസ്പൂണോളം ഓയിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മാക്രോണി വേവിക്കുന്ന സമയത്ത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഈ ഓയിൽ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മാക്രോണി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് മാക്രോണി എടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായി തിളച്ച ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പും ഒരു വെറൈറ്റി പാസ്തയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതും വളരെ എളുപ്പത്തിലും നല്ല രുചികരമായിട്ടും തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അങ്ങനെ ഇതേ നമ്മുടെ പാസ്തയൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് അതൊന്ന് വെന്തോന്ന് നോക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് പാകമായി വരും കേട്ടോ. അതൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന ആ ഒരു പരുവാണ് നമ്മൾ കോരിയെടുക്കുന്നത്. ഇപ്പോൾ ദേ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. ഈ ഒരു മാക്രോണി വേവിച്ച വെള്ളവും നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതും നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വൈറ്റ് സോസ് പാസ്തയുടെ സോസ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലാണ് കേട്ടോ നമ്മൾ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ മൈദയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് മൈദ ആഡ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതും നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ആ ഒരു ബട്ടറിൽ ചേർത്ത്. അങ്ങനെ കുറച്ച് സമയം ഒന്ന് ആ ഒരു മൈദ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് പാലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 1 കപ്പ് അളവിൽ പാല് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കൈവിടാതെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അത് കട്ട കെട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാലൊഴിച്ച ശേഷം നല്ല പോലെ മിക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു പാല് നന്നായി തന്നെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം. പിന്നെ നമ്മൾ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒക്കെ നമ്മുടെ ഈ ഒരു സോസിന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കൊടുക്കുന്നത്. ആ ഒരു പാസ്ത കഴിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ആ ഒരു കുരുമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നല്ല സൂപ്പറാണ് കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ പാസ്ത നല്ലതുപോലെ കുറുകി വന്നതുകൊണ്ട് നമ്മൾ ആ ഒരു പാസ്ത വേവിച്ച വെള്ളം അല്പം അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ വേണം കേട്ടോ. ചെറിയൊരു ക്രീമി ടെക്സ്ചറിൽ വേണം നമുക്ക് ആ ഒരു പാസ്ത കിട്ടാൻ. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അങ്ങനെ കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സവാളയും ബീൻസും ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റോ ക്യാബേജോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ഇടാവുന്നതാണ്. ഞാനിവിടെ ഇത് രണ്ടും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് വാടി കിട്ടണമെന്നൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു പച്ച ചുവ മാറി വെന്ത് കിട്ടിയാൽ മാത്രം മതിയേ. ഇപ്പോൾ ഇതേ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വൈറ്റ് സോസ് പാസ്തയുടെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മാത്രം മതിയേ. ഈ ഒരു ടൈമിൽ നമുക്ക് മല്ലിയില വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചീസ് ഒന്ന് ചെറിയ സ്ലൈസായിട്ട് മുറിച്ച് ഇതിന് മുകളിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ അത് നല്ല മെൽറ്റായിട്ട് നല്ല ചീസി വൈറ്റ് സോസ് പാസ്ത കിട്ടും കേട്ടോ. ചീസൊന്നും ആഡ് ചെയ്യാതെ തന്നെ വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വൈറ്റ് സോസ് പാസ്ത.
കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.